നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ലാലിഗയിൽ കിരീടം കൈവിട്ടുവോ റയൽ മാഡ്രിഡ് എന്ന ആശങ്ക ആരാധകർക്കുണ്ട്. ഏതായാലും ഈ പോക്ക് പോയാൽ പറ്റില്ല അടുത്ത സീസണിലേക്ക് എന്നവർക്കറിയാം. അപ്പോൾ എന്തു മാറ്റം റയലിൽ ഉണ്ടാകും എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഇപ്പോൾ സ്പാനിഷ് മാധ്യമങ്ങളും അതുപോലെ തന്നെ ഇറ്റാലിയൻ ഫുട്ബോൾ ജേർണലിസ്റ്റ്, നമ്മുടെ നാട്ടിലെ സുഹൃത്തുക്കൾക്ക് ഏറെ വിശ്വാസമുള്ള ഫബ്രീസിയോ റൊമാരിയും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് അടുത്ത സമ്മറിൽ റയൽ മാഡ്രിഡിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. തീർച്ചയായിട്ടും മധ്യനിരയിലേക്കൊരു മികച്ച താരത്തെ കൊണ്ടുവരേണ്ടതുണ്ട്. അതിനുവേണ്ടി റോഡ്രിയെ എത്തിക്കാൻ അവർ ശ്രമിക്കും എന്നാണ് ഫബ്രീസിയോ റിപ്പോർട്ട് ചെയ്യുന്നത്. അതുപോലെ ഡിഫൻസ് ശക്തമാക്കേണ്ടതുണ്ട്. അതിനൊരു കരുത്തനായ ഡിഫൻഡർ അവർ നോക്കി വെച്ചിട്ടുണ്ട്. അതിനുവേണ്ടി സ്കൗട്ടുമാർ അദ്ദേഹം ഇപ്പോൾ കളിക്കുന്ന ടീമിൻ്റെ റീസെൻ്റ് ആയിട്ടുള്ള മത്സരങ്ങളിൽ പ്രസൻ്റ് ആയിരുന്നു എന്നൊക്കെയാണ് റിപ്പോർട്ടുകൾ. നമ്മളൊന്ന് പരിശോധിക്കുകയാണ് എന്തൊക്കെയാണ് വിവരങ്ങളെന്ന്. റോഡ്രിയുടെ കാര്യത്തിൽ ഫബ്രീസിയോ പറഞ്ഞത്, റോഡ്രി കുഡ് ബി ആൻ ഓപ്ഷൻ ഫോർ റയൽ മാഡ്രിഡ് ദിസ് സമ്മർ. ഈ സമ്മറിലേക്ക് റയൽ മാഡ്രിഡിന് ഒരു ഓപ്ഷൻ ആയേക്കും റോഡ്രി. ആദ്യം അദ്ദേഹത്തിൻ്റെ ഫ്യൂച്ചർ മാഞ്ചസ്റ്റർ സിറ്റിയുമായി ബന്ധപ്പെട്ടത് താരം തീരുമാനിക്കണം. അതിനുശേഷമായിരിക്കും ഈ തീരുമാനം ഉണ്ടാവുക എന്നാണ് ഇപ്പോൾ റിപ്പോർട്ട്. ചുരുക്കത്തിൽ മധ്യനിരയിൽ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ലീഡർ ക്വാളിറ്റിയുള്ള താരം വേണം. അതിനായിട്ടാണ് ഇപ്പോൾ റോഡ്രിയെ ലക്ഷ്യം വെക്കുന്നത്. അതവർക്ക് നടത്തിയെടുക്കാൻ പറ്റുമെന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. നേരത്തെ ടോണി ക്രൂസും ലൂക്ക മോഡ്രിച്ചും ഒക്കെ ഉണ്ടായിരുന്ന ഒരു ഘട്ടത്തിൽ റയലിൻ്റെ മധ്യനിര എങ്ങനെയായിരുന്നു എന്നൊന്ന് ഓർത്ത് നോക്കിയാൽ മതി. അതിൽ നിന്നിപ്പോഴുള്ള മാറ്റവും നോക്കുക. ഇനി റയൽ മാഡ്രിഡ് ബൊറൂസിയ ഡോട്ട്മുണ്ടിൻ്റെ റീസെൻ്റ് ആയിട്ടുള്ള ചില മത്സരങ്ങളിൽ പ്രസൻ്റ് ആയിരുന്നു റയലിൻ്റെ സ്കൗട്ടുമാർ ഇൻ ഓർഡർ ടു വാച്ച് നിക്കോ ഷ്ലോട്ടർബെക്ക്. അപ്പോൾ അതാണ് സ്ലോട്ടർബെക്കിനെ എത്തിക്കുക എന്നുള്ളത് അവരുടെ ഒരു ലക്ഷ്യമാണ് എന്നുള്ളത് കുറച്ച് നാളുകളായിട്ട് തന്നെ നമ്മൾ കേൾക്കുന്നതാണ്. പ്ലെയർ റയൽ മാഡ്രിഡിൻ്റെ ഷോർട്ട് ലിസ്റ്റിലുണ്ട്. ഒരു പക്ഷേ അദ്ദേഹത്തെ അവർ ഈ സമ്മറിൽ എത്തിച്ചേക്കും. അതുപോലെ തന്നെ കോച്ചിൻ്റെ കാര്യത്തിൽ ഒരു മാറ്റം പ്രതീക്ഷിക്കുന്നുണ്ട്. അൽവാരോ ആർബിലോവയെ എത്ര കാലത്തേക്കാണ് അപ്പോയിൻ്റ് ചെയ്തത് എന്ന് അദ്ദേഹത്തെ അപ്പോയിൻ്റ് ചെയ്ത സമയത്ത് റയൽ പറയുന്നില്ലെങ്കിലും ഇൻട്രിം കോച്ചാണ് എന്ന് തന്നെയാണ് പലരും വിലയിരുത്തുന്നത്. പിന്നെ ഇപ്പോൾ ഈ 12 മത്സരങ്ങൾ അദ്ദേഹം കോച്ചായപ്പോഴുള്ള റിസൾട്ട് മാത്രം മികച്ചതല്ല. 4 കളികൾ ഓൾറെഡി പരാജയപ്പെട്ട് കഴിഞ്ഞു. UCL മാത്രമാണ് ഇപ്പോൾ കൃത്യമായൊരു കിരീട സാധ്യതയുള്ളത്. അതും കടുത്ത പോരാട്ടങ്ങളിലൂടെ മുന്നോട്ട് പോയിട്ട് വേണം. സോ മാറ്റങ്ങൾ ആ പൊസിഷനിലും, അതായത് കോച്ചിൻ്റെ സ്ഥാനത്തും ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. റയൽ മാഡ്രിഡ് വരുന്ന സമ്മറിൽ അടിമുടി മാറ്റങ്ങൾ ഒരുങ്ങുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.